ഞാൻ ചൂരമലുള്ള ആളാണ്. ഞാൻ ടൗണിലാണ് എൻ്റെ വീട്. വീട് കുഴപ്പമുണ്ടോ? പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ദൈവവാദ്യം കൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടു. നമ്മൾ ഹൈസ്കൂൾ അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ഭാഗത്ത് നമ്മുടെ ഈ താഴെ ഭാഗത്ത് ഹൈസ്കൂളിൽ രക്ഷിച്ചു തന്നെ പറയാം. നമ്മളെ പുതിയ ബിൽഡിംഗ് സാറ് അവിടെ പോയി കണ്ടാണല്ലോ. അതെ അതെ. അപ്പോൾ ഈ വീടില്ലാത്ത ആൾക്കാരാണ് നമ്മളിപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ചൂരൽമനെ സംബന്ധിച്ചിടത്തോളം ചൂരൽമൻ്റെ മുക്കാൽ ഭാഗം പോയി കഴിഞ്ഞു. നമ്മളൊരു ഭാഗം പോയി കഴിഞ്ഞു. ഇനി അവിടെ ബാക്കിയുള്ള ജനങ്ങൾ അവരെങ്ങനെ ജീവിക്കും? ഞാൻ അവിടെ ഒരു ലോഡിങ് തൊഴിലാളിയാണ്. അന്ന് ആ സംഭവ സ്ഥലത്തൊക്കെ നമ്മളുള്ള ആൾക്കാരാണ്. ഇനി ബാക്കിയുള്ള ജനങ്ങൾ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നതാണ്. അതായത് അവിടെ വീടുണ്ട്, വീടിനൊന്നും പറ്റിയിട്ടില്ല. നിങ്ങളുടെ കൂടെയുള്ള 90% ആൾക്കാരും പോയി. 90% ആൾക്കാർ പോയി. ഞങ്ങളുടെ സ്ഥലങ്ങൾ പോയി. പ്രദേശം തന്നെ ചുരൽമലയാണോ? ചുരൽമല പടവട്ടിക്കുന്നാണ് സാറേ. അവിടെ നമ്മൾ സ്കൂളിന്റെ ആ ഭാഗത്തോട് 10, 120, 130 വീടിന്റെ മുകളിലുണ്ട്. ഇവരെ ഈ 30 വീടുകൾ മാത്രമേ ഉള്ളൂ. എത്രയാ? 30 വീട്, 35 വീടേ ഉള്ളൂ. ബാക്കി എല്ലാ വീടും പോയി. പടവട്ടിക്കുന്നതിന്റെ ബാക്കിയുള്ളത് കംപ്ലീറ്റ് പോയി. അവിടെ പോയ ദിശ ഒഴുകിക്കൊണ്ടിരിക്കുക. സാറ് കണ്ടില്ലേ? മുണ്ടക്കായൊക്കെ പോയ കണ്ടല്ലേ? മുണ്ടക്കായ് പുഞ്ചിരിമഠത്ത് എത്ര വീടുകൾ പോയി? ഒരു 500 വീടിന്റെ മുകളിൽ മൊത്തം പോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ താഴെ ഭാഗത്തോട്ട് പുതിയ വില്ലേജിന്റെ റോഡിലേക്ക് നിങ്ങൾ പോയിട്ടില്ല. അത് നമ്മുടെ 10ാം വാർഡിന്റെ ഒരു ഭാഗമാണ്. ആ ഭാഗത്തും ഉള്ള താഴെ ഭാഗത്തുള്ള വീടുകളൊക്കെ പോയി. അപ്പൊ ഇതിങ്ങനെ അതല്ല സാറേ, ഇപ്പൊ നമ്മളിപ്പോ ഈ വീട് പോയവർക്കും ആ വീട് പോകാൻ നിൽക്കുന്ന ആൾക്കാർക്കുമാണ് ഇപ്പോൾ ഓരോരോ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ബാക്കി ജീവിക്കുന്ന ജനങ്ങൾ, ഈ 12ാം വാർഡിലും 10ാം വാർഡിലുള്ള ജനങ്ങൾ അവരെന്ത് ചെയ്യും? എങ്ങനെ ജീവിക്കും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ ലോഡിങ്ങായിരുന്നു. ഞാൻ അവിടെ ലോഡിങ്ങിന് വേണ്ടി ഞാൻ ജീവിക്കുന്നത്. 20 വർഷം ഗൾഫിലായിരുന്നു. ആ ഗൾഫിന്റെ സമ്പാദ്യം കൊണ്ടാണ് നമ്മളൊരു വീട് ഉണ്ടാക്കുന്നത്, ഒരു 10 സെന്റ് സ്ഥലം വാങ്ങുന്നത്. അപ്പോൾ മകനക്ക് വേണ്ടി 10 സെന്റ് സ്ഥലം വാങ്ങി. ഇനി ഞങ്ങൾ എവിടെ ജീവിക്കും? ഞങ്ങൾ എങ്ങോട്ട് പോകും? തൊഴിലവസരവും നഷ്ടപ്പെട്ടു. പിന്നെ സാറേ, എല്ലാവരും സാധാരണക്കാരാണ്. ആരും വലിയ പണക്കാരല്ല. ദിവസം പണിയെടുത്ത് ജീവിക്കുന്ന, സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു നാട്. അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമോ ക്രിസ്ത്യനോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ഇതില്ലാത്ത അവിടെ സന്തോഷത്തിൽ ജീവിക്കുന്ന നാടാണ്. നിങ്ങളവിടെ പള്ളിയും പെരുന്നാളും ശിവരാത്രിയും എല്ലാം ഒരേപോലെ ആഘോഷിക്കും. പെരുന്നാളിന് അവർ വരും. വയനാട് ജില്ലയിൽ ജീവിക്കാൻ ഏറ്റവും സുഖമുള്ള ഏരിയയാണ് ഞങ്ങളുടെ ഏരിയ. അത്രയും സൗഹാർദ്ദം. വയനാടിന്റെ യഥാർത്ഥത്തിൽ സ്വർഗ്ഗഭൂമിയായിരുന്നു ചൂരൽമല. അത്രയും സന്തോഷമുള്ള നാടാണ്. അവിടെ ഇനി നമ്മൾ എന്ത് കൊണ്ടുവന്നാലും ഒരു ഭിന്നിച്ചു പോകുന്ന കോലത്തിലാവാതെ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ജീവിക്കുന്ന രൂപത്തിലായി കിട്ടണം. അമ്പലം വേണം, ചർച്ചും വേണം, എല്ലാം വേണം. കർണാടക, തമിഴ്നാട്, കർണാടക, കേരളീസ് അങ്ങനെയുള്ള പല ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ പടവട്ടിക്കുന്ന് ഇപ്പോൾ സ്കൂൾ റോഡും ജനങ്ങളും സുഹൃത്തുക്കളും മുണ്ടക്കയിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ വീടും നമ്മളെ മോളെ വീട്, പിന്നെ നിങ്ങളുടെ വീടും പോയി. നമ്മളെ മോളെ വീടും പോയി. പിന്നെ നമ്മളെ പെങ്ങളെ വീടും പോയി, പെങ്ങളെ മോളെ വീടും പോയി. ആ പെങ്ങളെ മോളെ വീടുമ്പോൾ 10 ആളാണ് നിന്നിരുന്നത്. 7 മണിക്കാണ് അവരെ രക്ഷപ്പെടുത്തിയത്. അതുവരെ അവിടെ മാത്രം ഇപ്പോൾ സാറ് പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും ഒരു ലേശം കാടിങ്ങനെ നിൽക്കുന്നത് വളപ്പിൻ്റെ സൈഡിൽ. അതിൻ്റെ ഉള്ളിൽ അവിടെയാണ് ആ പേര. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ പൊളിഞ്ഞ് തീർന്നിട്ട് അതിൻ്റെ മുകളിലാണ് അവർ നിന്നിരുന്നത് നിലവിളിച്ചിട്ട്. പെങ്ങളൊക്കെ പോയി. നിങ്ങളുടെ സ്വന്തം പെങ്ങളോ? എൻ്റെ സ്വന്തം പെങ്ങൾ മുണ്ടക്കായി പുഞ്ചിരിമഠത്താണ് അവരുടെ വീട്. പേരെന്താ? ഒന്ന് നഫീസ, ബദ്രുദ്ദീൻ്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. നഫീസാന്റെ ബോഡി മെനിയാന്ന് കിട്ടി. ഉറവ് ചെയ്തു. സ്വന്തം പെങ്ങളാണോ? സ്വന്തം പെങ്ങള്. ഞങ്ങൾ 5 പിന്നെ ഒരു പെങ്ങൾ ഇപ്പം അവിടെ നിന്ന് മാറി താമസിച്ചാണ്. അവരവിടെ പുഞ്ചിരിമഠത്താണ് അവരെ വീടുണ്ടായിരുന്നത്. ഈ സമയം ഇത് എപ്പോഴാണ് അറിയുന്നത്? നിങ്ങൾ പൊട്ടിയ വിവരം 1 മണിക്ക് തന്നെ അറിഞ്ഞ വിവരം. നിങ്ങൾ വിളിച്ചോ? നഫീസെ വിളിച്ചോ? ഞങ്ങൾ അതിന്റെ പിറ്റേന്ന് വിളിച്ചിരുന്നു. അപ്പോൾ സാധാരണ മഴ ദിവസം കൂടുതലായിരുന്നു. ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾക്ക് എടുത്ത് വെച്ചാണ്. പക്ഷേ ഇവർ പൊട്ടുന്നതിന് കുറച്ച് മുമ്പാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ വെള്ളം തട്ടി പോവുകയും ചെയ്തുള്ളൂ. നഫീസയുടെ കിട്ടി, ബദറുദ്ദീന്റെ കിട്ടിയിട്ടില്ല. അവരുടെ മക്കളോ? മക്കള് ഒരാൾ ബാംഗ്ലൂരായിരുന്നു, മോള് പിന്നെ ഭർത്താവിന്റെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. മരുമോള് പ്രസവിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് കുട്ടികൾ രക്ഷപ്പെട്ടത്. പക്ഷേ 2 ആളും പോയി. ഒരാളെ മാത്രം കിട്ടി, ഒരാളെ ഇതുവരെ കിട്ടിയിട്ടില്ല. വളരെ ഞങ്ങൾ തൊട്ടടുത്തുള്ള നാട്ടുകാരാണ്. അപ്പോൾ ഏകദേശം ഒരു 100ഓളം കുടുംബങ്ങളെ ഞങ്ങൾ സന്ദർശിച്ചു. ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾ എല്ലാവർക്കും ആവശ്യം, അവരുടെ വയ്യാത്ത അമ്മയുണ്ട്, അച്ഛന് ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വാടക വീട് കിട്ടും. അപ്പോൾ ഇത്രയും ഒരു 500ഓളം കുടുംബങ്ങൾ ഈ സ്കൂളിൽ എത്ര കാലം കണ്ടിന്യൂ ചെയ്യും? കാരണം ഇവിടെ അത്രയും വാടക വീടുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ആരായാലും ഇതിൽ, കാരണം സർക്കാരിന് ഫണ്ട് വരുന്നുണ്ട്. ശരിക്കും ഒരു വീടുണ്ടാക്കാൻ ഒരു സാധാരണക്കാരൻ ഇവിടെ ഈ നാട്ടിൽ ഒരു 20 ലക്ഷം രൂപ ഉണ്ടാക്കാം. ഇപ്പോൾ 1 കോടി ഉണ്ടെങ്കിൽ 5 വീട് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു 600-700 വീട് ഉണ്ടാക്കാനുള്ള ഫണ്ട് എപ്പോഴും എത്തിയിട്ടുണ്ടാവും. അത് മറ്റുള്ള ആവശ്യങ്ങൾക്ക് എടുക്കാതെ എത്രയും പെട്ടെന്ന് അതിനുള്ള വൈകാതിരിക്കുക അല്ലേ? അത് തന്നെയാണ്.
അല്ലേ? വളരെ പെട്ടെന്ന് നിങ്ങൾ മേപ്പാടിക്കാരാണോ നിങ്ങൾ? ആൾക്കാർ ക്യാമ്പിൽ ഇപ്പൊ ഈ സ്കൂൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവരിപ്പോ ഈ സ്കൂളിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 8000 ആളിൽ വീട്ടിലുള്ള ആൾക്കാരുണ്ടാവാം. ആ വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു 10,000-5,000 ആൾക്കാർ ക്യാമ്പിലുണ്ടെങ്കിൽ ഈ ഇത്രയും ജനങ്ങൾക്ക് വാടകയ്ക്ക് ഈ സ്ഥലത്ത് വീട് കിട്ടും.